ബോയിംഗ് സ്റ്റാർലൈനർ പേടകം സെപ്റ്റംബർ 6-ന് ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ ഒരുങ്ങുകയാണെന്ന് നാസ. എന്നാൽ അതിൽ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉണ്ടാവില്ലെന്ന് നാസ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇരുവരും 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലാകും ഭൂമിയിലെത്തുക. വാതക ചോർച്ചയും സാങ്കേതിക തകരാറും മാത്രമല്ല നാസയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് വാസ്തവം. മുൻകാല പിഴവുകളും 2 സ്പേസ് ഷട്ടിൽ ദുരന്തങ്ങളുമാണ് നാസയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും യാത്രികരുടെ തിരിച്ചുവരവിൽ ആശങ്കയാക്കുന്നതും. 1986 ജാനുവരിയിൽ ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് 14 ബഹിരാകാശ സഞ്ചാരികൾ മരിച്ച സംഭവവും 2003 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള ഉൾപ്പെടെ 6 പേരുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ അപകടവുമാണ് നാസയെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഈ ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നാസ ബഹിരാകാശ യാത്രികരെ പ്രത്യേക പേടകത്തിൽ എത്തിക്കുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ഉൾപ്പെടെ സംഘത്തിന്റെ STS-107 ദൌത്യം പരാജയപ്പെട്ടത് നാസയ്ക്ക് വൻ തിരിച്ചടിയായി. ബഹിരാകാശ മേഖലയിൽ വൻ തിരിച്ചടി നേരിട്ടതോടെ വളരെ ശ്രദ്ധയോടെ മാത്രമായിരുന്നു പിന്നീടുള്ള നാസയുടെ ഓരോ നീക്കവും. 17 ദിവസത്തെ ദൌത്യമായിരുന്നു STS-107. 2023 ജനുവരി 16-ന് നാസയുടെ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചു. 80-ലധികം അന്താരാഷ്ട്ര തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുക ലക്ഷ്യമിട്ടാണ് സംഘം പുറപ്പെട്ടത്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൽപ്പന ചൗള. ദൌത്യം വിചാരിച്ചതുപോലെ ശുഭമായി പൂർത്തീകരിക്കാൻ 7 സംഘത്തിന് സാധിച്ചു. മടക്കയാത്രയിലാണ് അപ്രതീക്ഷിതമായ മരണം കവർന്നത്. പേടകം ഭൂമിയിൽ പതിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെയാണ് അപകടമുണ്ടായത്. ഷട്ടിൽ ഓർബിറ്റിലുണ്ടായ തകരാറാണ് US-ലെ കെനഡി സ്പേസ് സെന്ററിൽ കൊളംബിയ പേടകം എത്തുന്നതിന് തൊട്ടുമുൻപായി അപകടത്തിൽപ്പെടാൻ കാരണം. ഇന്ത്യൻ സ്വപ്നം ആകാശത്ത് പൊലിഞ്ഞിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് മനുഷ്യനെ തിരികെ എത്തിക്കുന്നത് ഇന്നും വളരെ അപകടകരമാണെന്നും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജീവന് പോലും ഭീഷണിയാണെന്ന് നാസയുടെയും ഇസ്രോയുടെയും മേധാവിമാരും പറയുന്നു. എന്തായാലും ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും 2025-ൽ സേഫായി ഭൂമിയിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.